കൃത്യമായ തോതിൽ നടക്കുകയാണെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ആരുടേതാണ് പ്രശ്നം? നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ജഡ്ജിമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ആദ്യമായിട്ട്. കാരണം കോടതിയാണ് ഇപ്പോൾ ഏറ്റവും കാര്യമായിട്ട് ഈ രംഗത്ത് വരുന്നത്. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ ആരും തന്നെ, BJP ആയാലും കോൺഗ്രസ് ആയാലും തന്നെ, സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്നവർ BJP അനങ്ങുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളും തന്നെ ഈ വിഷയത്തിൽ ഇറങ്ങുന്നില്ല. ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറ്, അദ്ദേഹത്തിന് ഒരു വലിയ മനസ്സുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം ഈ രംഗത്ത് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്, പല സമരങ്ങളിലും ഞങ്ങളൊപ്പം നിന്നിട്ടുണ്ട്. ഈ വിഷയം വളരെ ദാരുണ്യമായ വിഷയമാണെന്നും ഇത് കഠിനമാണെന്നും അദ്ദേഹത്തിനറിയാം. കാരണം നിരവധി പിഞ്ചു ബാല്യങ്ങളാണ് ഇന്നിപ്പോൾ ഈ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ജീവിതം വഴിമുട്ടി കഴിയുന്നത്. ഇപ്പോൾ പറഞ്ഞ ഹബീറ മേഡത്തിൻ്റെ ആ കൊച്ച്, പിഞ്ചു അമ്മയുടെ പിഞ്ചു ബാലിക, ആ മാലാക കൊച്ച്, ആ കൊച്ചിൻ്റെ മരണമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അതുപോലെ എത്രയോ കൊച്ചുമക്കൾ ഈ കഴിഞ്ഞ പ്രാവശ്യം മാലാ മക്കൾ തന്നെ മരണപ്പെട്ടു. അതുപോലെ തന്നെ ചെവി കടിച്ചു കീറിയ കൊച്ചുമക്കൾ, മുഖത്ത് മൂക്ക് കടിച്ചു, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് നമുക്കൊരു സന്തോഷ വാർത്ത പറയുന്നത്, കഴിഞ്ഞ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് സഖാവ് ഭരിച്ചിരുന്ന ആ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അപ്പോഴൊക്കെ അദ്ദേഹം ഒന്നും കേൾക്കുന്നുമില്ല. ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ പറഞ്ഞ് നിരവധി തവണ ഞങ്ങൾ സമരം ചെയ്തു. സെക്രട്ടേറിയറ്റ് പടിക്കൽ പോയി സമരം ചെയ്തു. ഇവരാരും അനങ്ങുന്നില്ല, ആരും കണ്ടപട്ട് കാണിക്കുന്നില്ല. പാവം ഇപ്പോൾ പറഞ്ഞ ഈ കൊച്ചിനൊക്കെ മരണപ്പെട്ടിട്ട് അവരൊന്നും ആ ഭാഗത്തേക്ക് എത്തുന്നില്ല. ഇവിടുത്തെ വിപ്ലവ പാർട്ടികളായ SFI, അതുപോലെ തന്നെ EYFI, KSU, INTUC, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്, അതുപോലെ BJPയുടെ യുവമോർച്ച, ഇതൊന്നും കാണാത്ത മട്ടിൽ കാണുക. എത്രയോ 2 ലക്ഷം പേരെയാണ് ഈ വർഷം തന്നെ തെരുവുനായ്ക്കൾ കടിച്ചു കയറിയത്. ഇവരൊക്കെ എവിടെ പോയിരിക്കുക? അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് ഇപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഇത് സുപ്രീം കോടതി വന്നിരിക്കുന്ന വിധി നടപ്പിലാക്കിയാൽ മതി. അതിന് വേറെ സന്തോഷ വാർത്ത പറയുന്നത്, അക്രമകാരികൾ തെരുവുനായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് പറയുന്ന ആ വിധി വീണ്ടും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷെൽട്ടറാക്കുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ ABC റൂള്, വന്ധീകരിച്ച തെരുവുനായ്ക്കളെ അവിടെ കൊണ്ടുപോയി തന്നെ നിക്ഷേപിക്കാതെ അവരെ ഷെൽട്ടറാക്കുന്ന കാര്യം സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഈ വിധികളൊക്കെ വളരെ സാഹചര്യമാണ്. നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കും. ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് വലിയൊരു മനസ്സുണ്ട്, നല്ല ചിന്താഗതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മിക്കവാറും വളരെ പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ശബ്ദം ഉയർത്തുകയാണ്. ഇനി ഒരു വിധിയുണ്ട്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള വിധി കോടതി നൽകിയിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ നടപ്പിലാക്കുന്നതെന്നുള്ളതാണ്. അതായത് ഈ അക്രമകാരികളെ തെരുവുനായ്ക്കളെ ദയാവധം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സ്വാഗതാർഹമാണ്. കാരണം നമ്മൾ എന്താ പറയുക, ഈ നായ്ക്കൾ കടിച്ചു കയറുമ്പോൾ അവർ ദയാവധമാണ് ഏറ്റവും നല്ലത്. അത് സുപ്രീം കോടതി വീണ്ടും എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ ഹൈവേ അതോറിറ്റിക്ക് പവർ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഹൈവേയിൽ പോകുന്ന തെരുവുനായ്ക്കൾ അവിടെ നിന്ന് മാറ്റാനായിട്ട് ഹൈവേ അതോറിറ്റിക്ക് പവർ കൊടുക്കുന്നു. അതൊക്കെ വളരെ നല്ല സ്വാഗതാർഹമാണ്. അതുപോലെ തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവിടെയുള്ള ആ തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കാനുള്ള ഒരു വിധി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി ഈ ഗവൺമെൻറ് നടപ്പിലാക്കും, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഞങ്ങൾ ഹബീറ മേഡൊക്കെ ഒരുമിച്ച് ഞങ്ങളൊരു സമരത്തിന് ഇറങ്ങി തിരിച്ചാണ്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് പല പ്രാവശ്യം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി നിവേദനം കൊടുത്തു. അതൊന്നും ഇവർ നടപ്പിലാക്കാതെ ഇപ്പോൾ സന്തോഷ വാർത്ത പറയുന്നത്, പുതിയ മുഖ്യമന്ത്രി ഈ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷ. അതിനുവേണ്ടി ഞങ്ങൾ നിവേദനം കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഇത് സാധ്യമാക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറണമെന്ന് പറയാനുള്ളത്, പണ്ട് ഇപ്പോൾ മേനകാഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാതൃഭൂമി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മേനകാഗാന്ധി എന്ന് പറയുന്നത് ആരാ? ഇപ്പോൾ അത് യാതൊരു പൗരത്വ ഒരാളല്ലേ, ഇപ്പോൾ മന്ത്രിസ്ഥാനത്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതിന് അവരെ പോയി ഇൻ്റർവ്യൂ ചെയ്യണേ? അത് വേണ്ട. ഇനി ചാനലുകാരെ അവരെ പിടിച്ച് പൊക്കണ്ട. അവർ പണ്ടേ ഒരു 2002 വരെ തെരുവുനായ്ക്കളെ കൊന്നിരുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ കറുകുറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്നു 1987-88 കാലഘട്ടങ്ങളിൽ. അന്ന് അവിടുത്തെ പട്ടികളെ, ആ പഞ്ചായത്തിൽ വരുന്ന പട്ടികളെ കൊല്ലുന്നതിന് നിയമം ഉണ്ടായിരുന്നു. 50 രൂപ മാത്രമേ ഉണ്ടായുള്ളൂ. 50 രൂപ, വേറെ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക്, ആ പട്ടിയെ കൊല്ലുന്നവർക്ക് 50 രൂപ കൊടുത്താൽ അവിടുത്തെ തെരുവുനായ്ക്കളെ മുഴുവൻ കൊല്ലാമായിരുന്നു. ആ നിയമത്തെ പിന്നെ മാറ്റിയെടുത്തത് ഈ മേനകാഗാന്ധിയും ചില തെരുവുനായ സ്നേഹികളും കൂടിയാണ്. ഉണ്ടാകുമ്പോൾ രണ്ടു ഭാഗവും സംസാരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ. മൃഗസ്നേഹി എന്ന രീതിയിൽ അവരുടെ പ്രതികരണം, അങ്ങ് പറയുമ്പോൾ ഇതൊക്കെ ചെയ്ത രീതിയിൽ എന്നുള്ള അവരുടെ പ്രതികരണം തേടുക എന്നുള്ളത് ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം ദയാവധം നടത്തുന്നതിന് എതിരെ ഉള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ മൃഗസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടാവുകയാണ്. അപ്പൊ അവരോട് പ്രതികരണം തേടണമല്ലോ. എത്ര കോടി ജനങ്ങളുടെ ഈ മേനകാഗാന്ധി കാരണം എത്ര കോടി ജനങ്ങളുടെ ജീവിതം വഴിമുട്ടി അറിയാമോ? പിന്നെ അവരെ പോയി ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇപ്പോഴത്തെ ഭരണാധികാരികളെ പോയി ഇന്റർവ്യൂ ചെയ്യൂ, അതിന് നല്ലത്. അതാണ് പറയുന്നത്. ചാനൽ ദേശീയമായിട്ട് പറയുന്നതല്ല. മേനകാഗാന്ധി എന്ന് പറയുന്ന ആ ഒരു മേഡം കാരണം ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടിപ്പോയി. അങ്ങനെ ഇനി വഴിമുട്ടിക്കില്ല എന്നാണ് പറയാനുള്ളത്. ആരാണ് മേനകാഗാന്ധി?
അത് വേറെ നായസ്നേഹികൾ എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ വേറെ വാക്സിൻ കമ്പനികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ പണം മേനകാ ഗാന്ധിയുടെ അടിച്ചു പ്രതികരണം ഒരു മാറ്റുന്നവര് ഭരണാധികാരി എന്നുള്ള രീതിയിൽ മാത്രമല്ല തേടിയിരിക്കുന്നുള്ളൂ. അങ്ങേക്ക് അത് മനസ്സിലാവുന്ന വിചാരിക്കുകയാണ് ഇപ്പോൾ.